നമസ്കാരം. 2024 എന്ന വർഷം മലയാള സിനിമ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വർഷമാണ്. നമുക്കറിയാം 2023 മലയാള സിനിമയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളുടെ എണ്ണം താരതമ്യേന റിലീസ് ചെയ്ത സിനിമകളെക്കാൾ കുറവായിരുന്നു. ഇപ്പോൾ വമ്പൻ ബോക്സ് ഓഫീസിൽ വിജയം നേടിയ സിനിമകൾ ഉണ്ടെങ്കിൽ കൂടെ ചില വമ്പൻ സിനിമകൾ പ്രതീക്ഷ വെക്കുന്നതിൽ അല്ലെങ്കിൽ പ്രതീക്ഷ കാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2024 സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമകളോടുകൂടി തന്നെയാണ് മലയാള സിനിമ ആദ്യത്തെ 2 മാസം പിന്നിടുന്നത്. ആദ്യം റിലീസിനെത്തിയ ആട്ടം മുതൽ ഈ കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ മികച്ച പ്രതികരണം നേടിയ ഒരുപാട് ചിത്രങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ എബ്രഹാം ഓസ്ലർ ആണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും പ്രേമലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ബോക്സ് ഓഫീസ് കളക്ഷനും ഏറെ മുന്നിട്ടാണ് മുമ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ സർക്കിളുകളിലും ഈ 3 സിനിമയെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇറങ്ങിയ ചിത്രങ്ങളെക്കാൾ കൂടുതൽ വലിയ സ്വീകാര്യത ഈ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾക്ക് മലയാള സിനിമകൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ബ്രഹ്മയുഗവും പ്രേമലും മഞ്ഞുമൽ ബോയ്സും ഒരേപോലെ തമിഴ് ഓഡിയൻസും കണ്ട് സ്വീകരിച്ചത് വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെ മലയാളികൾ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ വലിയ തോതിലുള്ള സ്വീകാര്യത തമിഴ് സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ അവരുടെ താരങ്ങൾക്ക് കിട്ടുന്ന ഓപ്പണിംഗ് അടക്കം അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ലോങ് റണ്ണുകളടക്കം അല്ലെങ്കിൽ മികച്ച കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ വിജയിക്കുന്നതൊക്കെ അതിൻ്റെ വലിയ രീതിയിലുള്ള ഉദാഹരണമാണ്. എന്നാൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മലയാളത്തിലെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ ഒട്ടുമിക്ക പ്രേക്ഷകരും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാറുള്ളൂ. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ തന്നെ OTT റിലീസിന് ശേഷമാണ് പൊതുവെ മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയൊക്കെ ലഭിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തിട്ട് സിനിമകൾ കടക്കുകയാണെങ്കിൽ കൂടെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മികച്ച സിനിമകൾ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തമിഴ്നാട്ടിൽ നേടാറുണ്ട്. ഇപ്പോൾ പുലിമുരുകനാണെങ്കിലും പുലിമുരുകന് ലഭിച്ചിട്ടുള്ള ഒരു കളക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ 2018 ലഭിച്ച സ്വീകാര്യത അല്ലെങ്കിൽ വർഷാവർഷം പ്രേമം റിലീസിന് നമ്മൾ കാണുന്ന ഒരു കൾട്ട് ക്ലാസിക് പരിവേഷമൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ തമിഴ്നാട്ടിലെ മഞ്ഞുമൽ ബോയ്സിൻ്റെ സ്വീകാര്യത എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ സിനിമ കാണുകയും സിനിമയ്ക്ക് അപ്രിസിയേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പ്രമുഖ റിവ്യൂസ് അടക്കം മഞ്ഞുമൽ ബോയ്സ് കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിന് വലിയ രീതിയിലുള്ള കയ്യടി ചിത്രം അറിയിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നീങ്ങുന്നത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു വലിയ വിജയത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസിലേക്ക് തന്നെയാണ്. ഈ ചിത്രത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എവിടെ പ്ലേസ് ചെയ്താലും ചിത്രം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ്. സൗഹൃദത്തിൻ്റെയും അല്ലെങ്കിൽ സർവൈവലിൻ്റെയും കഥ പറയുന്ന ഒരു സിനിമയ്ക്ക് ലാംഗ്വേജിനേക്കാൾ ഉപരി സഞ്ചരിക്കാൻ പറ്റുന്ന എന്തൊരു മാജിക് മഞ്ഞുമൽ ബോയ്സിൽ ചിദംബരവും ഗയാങ്ങും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഇത് റിയൽ ലൈഫ് സ്റ്റോറി ആണെന്നുള്ളതും ചിത്രത്തിൻ്റെ കാണാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ കൂട്ടുന്ന ഫാക്ടറുകളാണ്. അതിനേക്കാൾ ഉപരി ഗുണാക്കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവുന്നതിൽ തമിഴ് സിനിമയ്ക്കും ഒരു നിർണായക പങ്കുണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിട്ട് മാറുന്നുണ്ട്. ചിത്രത്തിലുടനീളം പറഞ്ഞു വെക്കുന്ന കമലഹാസൻ റെഫറൻസുകളും അല്ലെങ്കിൽ ചിത്രത്തിന് ഏറ്റവും സോളായിട്ട് നിൽക്കുന്ന പാട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ മഞ്ഞുമൽ ബോയ്സിനെ തമിഴ് ഓഡിയൻസിന് ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ പലരും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് പോകുമ്പോഴും ചിത്രം പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഒരുപാട് കൺസ്ട്രെയിൻസുകൾക്കുള്ളിൽ മലയാളം സിനിമ ഉണ്ടാക്കുന്ന ഏറ്റവും ക്വാളിറ്റി സിനിമകൾക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ കൂടി ആവുന്നുണ്ട്. ഇപ്പോൾ 2018 സിനിമ റിലീസായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും കൺസ്ട്രെയിൻസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഈ ഒരു സിനിമ ചെയ്തെടുത്തതെന്നാണ്. പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും ആ ഒരു വർക്ക് മലയാള സിനിമയുടേതായിട്ട് പുറത്തു വരുന്നത്. ഓസ്കാർ എൻട്രി അടക്കം ആ ചിത്രത്തിന് ലഭിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇത്തരം ടെക്നിക്കൽ ആസ്പെക്റ്റുകളാണ്. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെതായിട്ട് പുറത്തു വരുന്ന ഒരു വർക്കാകുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റുകളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അപ്രിസിയേഷൻ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഗുണാക്കേവാണ് അല്ലെങ്കിൽ റിയൽ ഗുണാക്കേവിലല്ല ഷൂട്ട് ചെയ്തതെന്ന് എടുത്തെടുത്ത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സിനിമ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. അത്രയും മനോഹരമായിട്ട് സെറ്റ് ഒരുക്കിയ അജയൻ ചാലിശ്ശേരി അല്ലെങ്കിൽ സിനിമയിൽ ഉടനീളം സോളായിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള സുഷിൻ ശ്യാം, DOP ആയിട്ടുള്ള ജിംഷി കാലത്ത് ഇവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ അപ്രീസിയേഷൻ അറിയിക്കുന്നതാണ്. മാത്രമല്ല ചിത്രത്തിന്റെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ഘടകം ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. അതായത് റിയൽ മഞ്ഞുമൽ ബോയ്സിന് ഒരുപാട് അഭിമുഖങ്ങൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരുപാട് പ്രസ് മീറ്റുകൾ നമ്മൾ കാണാനിടയായി, വിഷ്വൽസ് കാണാനിടയായി, ഫോട്ടോസും.
അതിനോടെല്ലാം 100% നീതി പുലർത്തുന്ന ഒരു കാസ്റ്റിംഗ് സിനിമയ്ക്ക് ഉണ്ടായതെന്നുള്ളതും ഈ ചിത്രത്തിലെ മറ്റ് സിനിമകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായി നിർത്തുന്നുണ്ട്. അതിനും ഏറ്റവും കൂടുതൽ പ്രശംസ അറിയിക്കുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ഗണപതിക്കാണ്. ഇപ്പോൾ ഗണപതിയും ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് കോസ്റ്റ്യൂംസ് അടക്കം വലിയ രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ ചിത്രത്തിനെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഘടകമാകുന്നത്. മണിപ്പൂർ ബോയ്സ് നടന്നു നീങ്ങുന്നത് മലയാള സിനിമയുടെ ഒരു പുത്തൻ വഴിയിലേക്കും പുത്തൻ ചരിത്രത്തിലേക്കും തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള സ്വീകാര്യത രാജ്യത്തിൻ്റെ അടക്കം പല ഭാഗത്തു നിന്നും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് അപ്രിസിയേഷൻസ് മണിപ്പൂർ ബോയ്സിന് ലഭിക്കുമെന്ന വിശ്വാസത്തോട് നിർത്തുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം.